ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പുതിയൊരു ഉപ്പുമായിട്ടാണ് വരുന്നത്. അതായത് പയറ് മെഴുക്കുവരട്ടി. അതായത് പയർ തോരൻ. തോരൻ അത് വ്യത്യാസമുണ്ട്. അതായത് തോരൻ്റെ അത് തേങ്ങ വരും, ഇത് മെഴുക്കുവരട്ടി ഡ്രൈ ആയിട്ടിരിക്കും. തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തേങ്ങ ഇടും, തേങ്ങ ചിരണ്ടിയിടും. ഇതിൽ തേങ്ങയില്ല, തേങ്ങ ഇടാതെ നാടൻ മെഴുക്കുവരട്ടി. നാടൻ രീതിയിൽ എനിക്ക് ഡിഫറൻസ് അറിയില്ല. നാടൻ രീതിയിൽ ഇവിടെ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് കാണാം. അപ്പൊ പയറ് മെഴുക്കുവരട്ടി നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വരാം. അപ്പൊ ചേട്ടായി നമ്മള് ഉണ്ടാക്കാൻ പോവല്ലോ. അപ്പൊ ഇതിന്റെ എന്തെല്ലാം സാധനങ്ങളാ വേണ്ടേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെഴുക്കുവരട്ടിയാണ്, പയറ് മെഴുക്കുവരട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ തനി നാടൻ സ്റ്റൈല് പയറ് മെഴുക്കുവരട്ടി നമുക്ക് ഉണ്ടാക്കാം. അതിന് നമ്മൾ സവാള, പിന്നെ കടുക് പൊട്ടിക്കുന്നതിനായിട്ട് കറി ലീവ്സ്, വെളുത്തുള്ളി, പച്ചമുളക്, അതിൽ ചേർക്കുന്ന മസാലകൾ, മുളക് പൊടി, മഞ്ഞപ്പൊടി. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ആദ്യം നമുക്ക് വേവിക്കാൻ വെക്കാം. വെള്ളത്തിലിട്ട് കുതിർത്തിയ പയറാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പാതി വേവാകുമ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേവാൻ താമസം ഉണ്ടാവും. മൂടി വെച്ച് വേവിക്കുക. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പകുതി വെന്തു, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നോട്ട് മൂടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് സവാളയും കൂടി ഇട്ട് ഇതൊക്കെ തന്നെ. ഓക്കെ, നമുക്ക് വഴറ്റിയെടുക്കാം അല്ലേ? ഉള്ളി വഴണ്ട് കഴിഞ്ഞു, നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. എത്ര ടീസ്പൂൺ? മാത്രം വേണ്ട, ഒരു പിഞ്ച്. ഓക്കെ, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. മുളക് പൊടി നമ്മുടെ ഒരു ടീസ്പൂൺ ഉണ്ടാവും. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി അല്ല, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി എപ്പോഴും കുറച്ചായിട്ട് കൊടുക്കും നമ്മൾ. മുളക് പൊടി നമ്മൾ ഇതിൽ കൂടുതൽ ഇടും. ഓക്കെ, എരിവ് കൂടുതൽ വേണമെങ്കിൽ അല്ല, കുരുമുളക് ഇടാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത് ടേസ്റ്റ് അനുസരിച്ച് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മുളക് ഇടിച്ച് ചേർക്കാം. നമുക്ക് നാടൻ സ്റ്റൈല് അതിന് നാടനാക്കാം. നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തായി ടോസ് എടുത്ത് ഒന്നും വേണ്ട. ഇത് വെന്ത് ഓൾറെഡി വെന്ത് റെഡിയായി. റെഡി. കഞ്ഞിയും പയറും നല്ലതാണ്. കഞ്ഞിയും പയറിന്റെ ആ പയറിനകത്ത് നമ്മൾ തേങ്ങയും കൂടി ഇടില്ലേ? അയച്ചോടെ പുഴയോ തരും. ഇതിപ്പോ അവിടെ ജസ്റ്റ് ഡ്രൈ പോലെ മീൻസ് സ്ട്രോങ് ആയിട്ട് കഴിക്കാം. പയറാണ് നമുക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. നമുക്ക് കഴിക്കാൻ നല്ല ഇതാണ് നമ്മുടെ പയറും മെഴുക്കുവരട്ടി. അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വേറെ സാധനം. അപ്പോൾ മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മെഴുക്കുവരട്ടി നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.